കശ്മീരിൽ ബാരാമുള്ള ഉറി ദേശീയപാതയിൽ കനത്ത മണ്ണിടിച്ചിൽ. വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടികൾ തുടരുകയാണ്. സൈന്യത്തിന്റെ അടക്കം വാഹനങ്ങൾ അതിർത്തിയിലേക്ക് കടന്നുപോകുന്ന റോഡാണിത്. വിവരങ്ങൾ നൽകാൻ എസ് നന്ദഗോപനുണ്ട്. നന്ദഗോപൻ, ബാരാമുള്ള ഉറി ദേശീയപാതയിൽ കനത്ത മണ്ണിടിച്ചിൽ എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ എങ്ങനെയായി? എന്തൊക്കെയാണ് വിവരങ്ങൾ? അമൽ, കശ്മീരിലെ ബാരാമുള്ളയിൽ നിന്നും ഉറിയിലേക്ക് പോകുന്ന ദേശീയപാതയിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്. അതിർത്തി മേഖലയിലേക്ക് സൈന്യത്തിന്റെ അടക്കം വാഹനം പോകുന്ന വഴിയാണിത്. ഈ മേഖലയിലാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കനത്ത ഒരു മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മണ്ണുമാന്തിയും അതേപോലെ തന്നെ മറ്റ് യന്ത്രങ്ങളും ഉപയോഗിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷനും സൈന്യവും കടന്നിരിക്കുകയാണ്. BRO വ്യക്തമാക്കുന്നത്, അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നത്, അടുത്ത 1 മണിക്കൂറിൽ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിനുശേഷം മുഴുവൻ വാഹനങ്ങളെയും കടത്തിവിടുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മണ്ണിടിച്ചിൽ എന്നുള്ളത് അത് ഒരു വലിയൊരു കനത്ത മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. തുടർന്നും ഇത്തരം മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നതിനാൽ രാത്രികാലങ്ങളിൽ ഇവിടെ ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായി ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ അടക്കം വാഹനങ്ങൾ ഈ മേഖലയിലേക്ക് ഇപ്പോൾ താൽക്കാലികമായി ഒഴിവാക്കിയിരിക്കുന്നു. നിലവിലിപ്പോൾ സൈന്യത്തിന്റെ വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ മേഖലയിലേക്ക് കടക്കുവാനുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നത്. അത് സുരക്ഷാ കാരണങ്ങളാണ്. നാളെ പകലോടുകൂടി സാധാരണക്കാർക്കും ഈ മേഖലയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അമൽ. യെസ്, കശ്മീരിൽ ബാരാമുള്ള ഉറി ദേശീയപാതയിലാണ് കനത്ത മണ്ണിടിച്ചിൽ. വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടികൾ തുടരുകയാണ്. 1 മണിക്കൂറിനകം തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നന്ദഗോപൻ പങ്കുവച്ചത്.